നമ്മളെ ശിവൻകുട്ടി MLA എന്തോ കാര്യമായിട്ട് വായിക്കുന്നുണ്ട്. പത്രം വായിക്കുമോ? നോക്കി നോക്കാം എന്താ സംഭവം. നാടൊട്ടുക്കും ജനങ്ങൾ ഭീതിയിലും നിരാശയിലും കഴിയുമ്പോൾ വിഭവസമർത്ഥമായ വിരുന്നുകൾ മുഴുകുന്ന മുഖ്യമന്ത്രിയുടെ നടപടി യഥാർത്ഥത്തിൽ ഇത് LDFന്റെ മുഖ്യമന്ത്രിയാണ് ചെയ്തിരുന്നതെങ്കിൽ ഇവിടെ ചില പത്രങ്ങളുണ്ടല്ലോ, അവരെന്തായിരിക്കും എഴുതുന്നത്? ഇത് യഥാർത്ഥത്തിൽ ഒരു റോം കത്തിയേരിയുമ്പോൾ നീറോ വീണം വിട്ടുന്നതിന് തുല്യമാണ് എന്നതുപോലെയാണ് ഇത് കാണാൻ വേണ്ടി കഴിയുന്നത്. യഥാർത്ഥത്തിൽ ഈ ഇത്രയും വലിയ സംഭവം നടക്കുമ്പോൾ അദ്ദേഹം ചെയ്ത കാര്യം പദവിക്ക് യോജിച്ചതാണ്. മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ചിട്ട് ശേഷം അയാൾ ദുരന്ത നടന്ന സ്ഥലത്ത് പോകേണ്ടതല്ലേ? ചിക്കനും മട്ടനും അതുപോലുള്ള വിഭവസമൃദ്ധമായ കാര്യങ്ങളാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്? അത് ശരി, ഇത് VD സതീശനെതിരെയുള്ള വിമർശനമായിരുന്നു അല്ലേ? ഇങ്ങനെ എഴുതി കൊടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ കടിച്ചാൽ പൊട്ടാത്ത വാക്കൊന്നും എഴുതി കൊടുക്കരുത്. ഇപ്പൊ വായിക്കാൻ പറ്റണ്ടേ? അല്ലാത്ത മതി. കൂടി ഒന്ന് കണ്ടുനോക്കാം. മാധ്യമപ്രവർത്തകരുടെ വിലയിരുത്തൽ നമുക്കൊന്ന് കണ്ടുനോക്കാം പ്രതിപക്ഷത്തിന്റെ ഇപ്പോഴത്തെ നിലപാടിനെ കുറിച്ച്. ഈ റൂം ഫോർ റിവർ എന്ന് പറയുന്ന വലിയ പദ്ധതി അത് നടപ്പിലാക്കുമെന്ന് പറയുകയും അതിന് കൺസൾട്ടൻസിയെ നിയമിക്കുകയും 5 കോടി രൂപ ചെലവാക്കിയവർ ഡ്രാഫ്റ്റ് DPR തയ്യാറാക്കുകയും ചെയ്തതിനു ശേഷം ഇറിഗേഷൻ വകുപ്പിന്റെ പരിഗണനയിലാണ് ഈ പദ്ധതി എന്ന് പറയുക എന്നതിന് അപ്പുറം വേറെ ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഈ പ്രളയം ഉണ്ടാകുന്നതിന് ഉത്തരവാദിത്തം ഇതിന് മുമ്പത്തെ സർക്കാരിനുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കെ ആ ഒരു ഉത്തരവാദിത്തം അവിടെ നിലനിൽക്കുകയാണ്. ഇപ്പോഴത്തെ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന രീതിയിൽ ക്യാമ്പുകളിൽ സൗകര്യങ്ങളില്ല, ക്യാമ്പുകളിൽ ഒന്നുമില്ല, മുഖ്യമന്ത്രി പറന്നു നടക്കുകയാണ്, മുഖ്യമന്ത്രി പൊന്നാനിയിൽ പോയി ബിരിയാണി കഴിക്കുകയാണ് എന്നുള്ള വളരെ ബാലിശമായ വിമർശനങ്ങൾ ഉയർത്തി പഴയ മന്ത്രിമാരൊക്കെ രംഗത്ത് വരുന്നത്. ഈ പറയുന്ന ദിവസങ്ങളിലൊക്കെ മുൻ മന്ത്രി ശിവൻകുട്ടി, P. രാജീവ്, അതുപോലെ നമ്മുടെ മുൻ മേയർ VK പ്രശാന്ത്, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ആളുടെ KT ജലീൽ ഫേസ്ബുക്ക് പേജുകൾ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നോക്കാം. അതൊക്കെ കാണുന്നത് ഇപ്പോൾ നമ്മളൊരു ദുരന്തത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണല്ലോ. ആ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ ദുരന്തത്തെ നേരിടാനുള്ള മാർഗ്ഗങ്ങൾ തേടുക, ആളുകൾക്ക് കോൺഫിഡൻസ് ഉണ്ടായി കൊടുക്കുക, നമ്മൾ ജനങ്ങളെ അവരുടെ ജനപ്രതിനിധികൾ നിൽക്കാതെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുക. ഇതൊന്നും ചെയ്യാതെ ട്രോളുകൾ നിറയുകയാണ് ഇവരുടെ ഫേസ്ബുക്ക് പേജുകളിൽ. ഞാൻ ശിവൻകുട്ടിയുടെ പേജ് എടുത്ത് നോക്കി, അതിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ 6 എണ്ണം VD സതീശനെ വിമർശിക്കാനുള്ള ട്രോളുകളാണ്. ഒരൊറ്റ സംഗതി മാത്രമേ നമ്മൾ പാർട്ടി പ്രവർത്തകർ ഈ പ്രളയത്തെ നേരിടാൻ വേണ്ടി രംഗത്തിറങ്ങണമെന്ന് ഒറ്റ പോസ്റ്റാണ് കേട്ടത്. P. രാജീവിൻ്റെല്ലോ അങ്ങനെ തന്നെയാണ്. കൂടുതൽ അധ്വാനം ചെലവഴിക്കുന്നത് അവരുടെ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതും ഇത്തരം വിമർശനങ്ങൾക്കും ട്രോളുകൾക്കും വേണ്ടി മാത്രമാണ്. ഞാൻ ചോദിക്കട്ടെ, 2018 പ്രളയമുണ്ടായ സമയത്ത് അന്നത്തെ പ്രതിപക്ഷം അന്നത്തെ മാധ്യമങ്ങൾ തുടക്ക സമയത്ത് എന്തെങ്കിലും വിമർശനം സർക്കാരിനെതിരെ ഉന്നയിച്ചിരുന്നു? ഒരു വിമർശനം ഉന്നയിച്ചിട്ടില്ല. ഈ പ്രളയം അസാധാരണമായ ഒരു ഘട്ടമാണ്, നമ്മളെല്ലാം ഒന്നിച്ചു നിൽക്കേണ്ടതാണ് എന്നുള്ള ആ ഒരു തോന്നലിൽ മാത്രമാണ് എല്ലാവരും നിന്നിരുന്നത്. അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മൾ ഒന്നിച്ചിറങ്ങുകയല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഒന്നിച്ചിറങ്ങാം എന്ന് പറഞ്ഞവരാണ് കേരളത്തിലെ എല്ലാ ജനങ്ങളും. വിമർശനങ്ങൾ ഉന്നയിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആരും ആ വിമർശനങ്ങളിലേക്ക് പോകാതിരിക്കുകയും ഈ അസാധാരണമായ ഘട്ടത്തെ, അപൂർവമായി സംഭവിക്കാറുള്ള ഈ ഒരു സംഭവത്തെ ആ രീതിയിലെടുക്കുകയും ദുരന്തത്തിൽ ഇരയായവർക്ക് പരമാവധി സഹായം എത്തിക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും നടത്താനുണ്ടായത്. ആ ഒരു സംഭവം ഇത്തവണ ഉണ്ടാകുന്നില്ല എന്നതാണ് പ്രശ്നം. ഇങ്ങനെ ഒരു ദുരന്തത്തെ നേരിടുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഇറങ്ങി അതിനെ പ്രതിരോധിക്കുന്നതിന് പകരം ഇങ്ങനെ വെറും വിമർശനമായിട്ട് നടക്കുന്ന പ്രതിപക്ഷത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്.